അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നില്ല. ഇപ്പൊ സ്മൃതി എന്ത് ചെയ്യും എന്നെ? ശ്രീമതി സ്മൃതി, അതാണ് ചർച്ച ചെയ്യാൻ സ്മൃതി സമ്മതിക്കത്തില്ല, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. PK ഗോപൻ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി മുഖ്യ ആസൂത്രകൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. CPM-ന് ആശങ്കയുണ്ടോ? അല്ല, CPM-ന് ആശങ്ക ഇരിക്കട്ടെ. നേരത്തെ കോൺഗ്രസ് പ്രതിനിധിക്ക് അദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ, അതുപോലെ മാധ്യമങ്ങളും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എത്ര കൃത്യമായിട്ടാണ് ഇന്നലെ ബഹുമാന്യ ഹൈക്കോടതി മറുപടി പറഞ്ഞത്. ഒരു കോടതി ഇന്നലെ പച്ചയായി ഈ കാര്യങ്ങൾ മുഴുവൻ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ SITയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കുറ്റപത്രം താമസിക്കുന്നതിൻ്റെ കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായി. SIT ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ മേലെ ആർക്കും സമ്മർദ്ദമില്ല. SIT സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പകൽ സൂര്യൻ ഉദിച്ചു നിന്നിട്ടും വൈകുന്നേരം 7 മണിക്ക് വന്നിരുന്നു കൊണ്ട് SITക്ക് സമ്മർദ്ദം ചെലുത്തുന്ന വാചകമൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, കോടതി പറഞ്ഞ എന്തൊക്കെയാണ് സ്മൃതി ഒന്ന് പറഞ്ഞേട്ടാ. ആദ്യം ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ അബിൻ ബർക്ക് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. കോടതി പറഞ്ഞ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിച്ചേട്ടാ സ്മൃതി, എങ്ങനെയാണെങ്കിൽ കുറെ സമയം എടുത്തിട്ട് അങ്ങ് ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ആദ്യം CPM-ന് പോറ്റി ഇറങ്ങിയതിൽ ആശങ്കയുണ്ടോ, വിഷമമുണ്ടോ? അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നില്ല. ഇപ്പൊ സ്മൃതി എന്ത് ചെയ്യും എന്നെ? അതൊന്ന് കേൾക്കട്ടെ, പിന്നെ ഞാൻ മറുപടി പറയാം. ഡോക്ടർ PK ഗോപൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിൽ CPM അതിനെ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. അങ്ങേക്ക് ആ ഉത്തരത്തിന് മുൻപ് തന്നെ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ വാചകങ്ങൾ പറയാം. SIT അന്വേഷണത്തെ ഹൈക്കോടതി പ്രശംസിച്ചു. SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. CBI അന്വേഷണ ആവശ്യം അംഗീകരിക്കാതെ, അതായത് BJP സംസ്ഥാന അധ്യക്ഷനും VHPയും തന്ത്രി സമാജവും നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യമില്ല. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ ആവശ്യങ്ങളുമായി കോടതിയിലേക്ക് ഇപ്പോൾ വരരുത്. സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് CBI ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. CBI അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല എന്ന കാര്യം പറയുന്നു. SIT അന്വേഷണം ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്. എങ്ങനെ മുന്നോട്ട് അന്വേഷണം പോകുന്നു എന്നുള്ളത് ബെഞ്ചിന് അറിയാം. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇനി അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. അല്ല, അതാണല്ലോ നിങ്ങളുടെ ചോദ്യത്തെ മാത്രം പ്രതികരിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് കൂടി പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും പറയും. പക്ഷേ തീർച്ചയായിട്ടും പറയും. അത് ആദ്യം തന്നെ പറയണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. പറയാതെ ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കും. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇത്രയും ശ്രീമതി സ്മൃതി ഉൾപ്പെടെ, അതാണ് ചർച്ച ചെയ്യാൻ സ്മൃതി സമ്മതിക്കത്തില്ല, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ശ്രീമതി സ്മൃതിക്ക് ഉൾപ്പെടെയുള്ള തിരിച്ചടിയായി ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന, പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന് ഇതിനേക്കാൾ വലിയ ഒരു അടി ഈ അടുത്ത കാലത്ത് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും ചെക്കുട്ടി സാർ ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്ന് വിടുന്നുണ്ടോ? ഏത് കേസാണ് സാറേ കേരളത്തിൽ അട്ടിമറിച്ച്? ഒരു കേസ് സാർ ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് സാർ പറയണം ഏത് കേസാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടത്, ഏത് കേസാണ് തെളിയിക്കപ്പെടാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? ഈ ശബരിമല കേസ് തെളിയിക്കുക. 44 തവണയെ നീട്ടിവെച്ചൊരു കേസുണ്ട്, അത് അന്വേഷിച്ചാൽ മതി. അത് അങ്ങേക്ക് പറയാം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങേലേക്ക് വരാം. ഏത് കേസാ സാർ? ഈ 44 തവണ അങ്ങ് പറയുന്ന കേസ് CBI അങ്ങ് ഉദ്ദേശിക്കുന്ന കേസ് ഏതാണെന്ന് ഞാനും പറയുന്നില്ല. അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങ് ഇടയ്ക്കൊക്കെ പറയാൻ നിങ്ങൾക്ക് സമയം തരും, സ്മൃതി തരും, അത് കുഴപ്പമില്ല. നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമായിട്ട് തരും. അതുകൊണ്ട് ആ കോടതിയിലുള്ള കേസ് ഉത്തരങ്ങളിലേക്ക് വരൂ. ഈ അധിക്ഷേപം നിർത്തി ഒന്ന് ആൻസറിലേക്ക് വന്നുകൂടെ? എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കല്ലേ? എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വന്നവരല്ലേ? നിങ്ങൾക്ക് ആളുകളെ മുഴുവൻ പരിഹസിക്കാം, ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. 44 തവണ സുപ്രീം കോടതി മാറ്റിവെച്ചതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണോ CBIക്കാണോ അദ്ദേഹം പറയണം. തെളിവ് കൊടുക്കേണ്ടതിന് പകരം തെളിവ് കൊടുക്കാനില്ലാതെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും തെളിവ് കൊടുക്കത്തില്ല. അതിന്റെ പേര് സുപ്രീം കോടതി, ഇവിടെ വിജിലൻസ് കോടതി എടുത്ത് ചവിറ്റുകൊട്ടെ തള്ളിയ കേസാ, ഹൈക്കോടതി എടുത്ത് കടന്ന കേസാ. അതാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അവിടെ തെളിവ് കൊടുക്കാനില്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിരിക്കട്ടെ, കേരളത്തിൽ ഈ ഗവൺമെന്റ് ഒരു കേസും തെളിയിക്കപ്പെടാതെ പോയിട്ടില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നടന്ന ജിഷ കൊലക്കേസ് പോലും കേരളത്തിൽ എത്ര പരിഹാസ്യമായിട്ട് ആ കേസ് തെളിയിക്കാൻ പരിശ്രമിച്ചത്. പച്ചമാങ്ങ കെട്ടിത്തൂക്കിയിട്ടിട്ട് വഴിയെ പോയവരെ വിളിച്ച് കടിപ്പിച്ചിട്ട് പല്ലിൻ്റെ അടയാളം എടുക്കാൻ നിന്ന പോലീസാണ് കേരളത്തിലെ. തേഞ്ഞു പോയ ചെരുപ്പ്
വച്ചിട്ട് ആ ചെരുപ്പ് ആര് വന്ന് കാലയിലിടുന്നോ അതിൻ്റെ അടയാളം എടുക്കാൻ നിന്ന പോലീസിൻ്റെ സ്ഥാനത്താണ് ഇന്ന് 10 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്. ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ വളരെ കൃത്യമായി ആ അന്വേഷണം SIT നടത്തുന്നു. അതിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും പ്രതികൾ ജാമ്യം കിട്ടിപ്പോയാൽ ഈ കേസിനെ അത് ബാധിക്കില്ല. മറിച്ച് കൃത്യമായ തെളിവ് കണ്ടെത്തി അത് കൂട്ടിയോജിപ്പിച്ച് അത് ലിങ്ക് ചെയ്ത് കോടതിയിൽ അവതരിപ്പിച്ചാലേ ഇവർ രക്ഷപ്പെടാതിരിക്കൂ. ഈ വാശി എടുക്കുന്നത് ഒരു കാല് പിറകോട്ട് വെക്കുന്നത്, SIT ഒരു കാല് പിറകോട്ട് വെക്കുന്നത് 2 കാല് മുന്നോട്ട് വയ്ക്കാനാണ്. ബഹുമാന്യ ഹൈക്കോടതി പറയുക ഇവർ ജാമ്യം എടുത്തു പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അത് CPMന്റെ കുഴപ്പമാണ്. CPMന് ഇതിനകത്ത് റോളില്ലെന്ന് ഇന്നലെ ഹൈക്കോടതിയിൽ കൃത്യമായി കോടതി തന്നെ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ള ആളിനെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ പറയും അതിൽ ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല. ഇടതുപക്ഷമായിട്ട് ബന്ധമില്ലാത്ത ആളിനെ അറസ്റ്റ് ചെയ്താൽ പറയും പിന്നെ അത് ഗവൺമെന്റ് ബോധപൂർവം ചെയ്യിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുണ്ട്. പക്ഷെ വസ്തുത ഇന്നലെ ബോധ്യപ്പെട്ടില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പി കെ ഗോപൻ ഈ വിഷയം ഒരു മിനിറ്റ് ശ്രീ ഗോപൻ, സഭയിലേക്ക് പോകുന്നതിന് മുമ്പ് SITയിൽ ഇങ്ങനെ പൂർണ്ണ വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ SIT പൂർണ്ണ വിശ്വാസത്തോടുകൂടി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന പത്മകുമാറിനെ ഇപ്പോഴും എന്താണ് പാർട്ടിയിൽ നിലനിർത്തുന്നത്? നിങ്ങൾക്ക് SITയിലാണല്ലോ പൂർണ്ണ വിശ്വാസം. ശ്രീമതി സ്മൃതി ഒരു 150 തവണ ഇതിന് മറുപടി പറഞ്ഞതാണ്. പത്മകുമാർ സ്വർണം പിന്നെ എടുത്ത് കൊടുത്തു എന്ന് കോടതി പറഞ്ഞു. ഇവിടെ ഏതോ മുതലാളിക്ക് വിറ്റുമെന്ന് ആരാണ്ട് കോടതി പറഞ്ഞെന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ മാത്രമല്ല ഹൈക്കോടതി. ഈ കോടതിയുടെ വിധി ഗവൺമെന്റിനോ കുറിച്ചോ പ്രതിപക്ഷത്തെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഒരു സിംഗിൾ ബെഞ്ചിനോട് കൊടുക്കുന്ന മറുപടിയായി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ജാമ്യം പറയുന്ന കാര്യങ്ങളല്ല കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഭരണപരമായി വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഇനി സമ്പത്ത് കിട്ടാൻ സഹായിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളുടെ ഗ്രാവിറ്റി പരിശോധിച്ചിട്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി വരുന്നത്. ഞങ്ങൾ 10,000 തവണ പറഞ്ഞതാ. ഇന്നലെയും കോടതിയുടെ നിരീക്ഷണത്തിൽ പത്മകുമാർ സമ്പത്ത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞോ, പത്മകുമാർ സ്വർണം കൊണ്ടുപോയെന്ന് പറഞ്ഞോ? ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങി സ്ഥിരമായിട്ട് പറയുക കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഡോക്ടർ പി കെ ഗോപൻ, ഈ വാദം ഈ പറയുന്ന എല്ലാ പ്രതികളുടെ കാര്യത്തിലും ബാധകമായിരിക്കുമല്ലോ അല്ലേ? എന്തിനൊക്കെയോ പിടിച്ചകത്തിട്ടിരിക്കുന്നു. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പിടിച്ച് അകത്തിട്ടിരിക്കുന്നവർ മുഴുവൻ ഈ പറയുന്ന സാങ്കേതികമായ അവർക്ക് പറ്റിയ പിഴവ് അല്ലേ? സാങ്കേതികമായി പിഴവ് പറ്റിയെന്നാണോ സ്മൃതി പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ സാങ്കേതിക പിഴവാണോ വന്നേ? അല്ല, എനിക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എന്ന പോലെ എല്ലാ പ്രതികളുടെ കാര്യത്തിലും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നാണോ പ്രതികരണം വന്നിരിക്കുന്നത്? അങ്ങ് പറയുന്ന ദേവസ്വം ബെഞ്ചിന്റെ വലിയ വിമർശനങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ അങ്ങ് ഈ പറയുന്ന വാദങ്ങൾ ഈ പറയുന്ന മറ്റു പ്രതികളുടെ കാര്യത്തിലും ബാധകമാണോ ശ്രീ ഗോപൻ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തെല്ലാം തരത്തിൽ വളച്ചൊടിക്കാൻ പരിശ്രമിച്ചാലും കേരളത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന SIT, അത് നിരീക്ഷിക്കുന്ന, അത് ഒബ്സർവ് ചെയ്യുന്ന, അതിന് മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതി, അവരിന്നലെ ഈ കേസിൻ്റെ ഈ പ്രതികൾ സമയബന്ധിതമായി ജാമ്യം കിട്ടി പോകുന്നു എന്ന കേരളീയരുടെ ആശങ്കയ്ക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പോരാ. നിങ്ങൾക്കത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയെ വരുത്തണം. സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് കോടതിയിൽ ഇന്നലെ മനസ്സിലായി. സംസ്ഥാന ഗവൺമെന്റ് പ്രതികളെ സംരക്ഷിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റുകൾ പറയുന്നവരെ അല്ല അറസ്റ്റ് ചെയ്യുന്നത്. കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കേസിലെ 1-ാം പ്രതി പുറത്തിറങ്ങിയതിൽ CPMന് എന്താണ് നിലപാട്? ആശങ്കയുണ്ട് എന്നായിരുന്നു എന്റെ ചോദ്യം. അങ്ങ് വീണ്ടും ഇന്നലത്തെ ഹൈക്കോടതിയുടെ പ്രതികരണം CBI ആവശ്യവുമായി ബന്ധപ്പെട്ട് അതിനോട് മാത്രം പ്രതികരിക്കുന്നു. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് കടക്കുക. ഞാൻ അത് കടന്നിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ, എന്റെ പോയിന്റ് അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് ആശങ്കയില്ലാത്തതിന്റെ കാരണം എന്താ? ഞങ്ങൾക്ക് പോറ്റിയല്ല, ഞങ്ങൾക്ക് പോറ്റി ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ആശങ്ക എന്തിനാ? ഞങ്ങൾക്ക് കോടതിയാണ് അതിനകത്ത് ഗ്യാരണ്ടി. കോടതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി ആ ഭാഷ. ആരിറങ്ങിപ്പോയാലും നിങ്ങൾ പേടിക്കണ്ട, നല്ല തെളിവ് വേണം. ഇത് ഇനി ബഹുമാന്യ ഹൈക്കോടതി നിയമത്തിന്റെ ഹിമാലയത്തിൽ ഇരിക്കുന്നതാണ് കോടതി. നിയമത്തിന്റെ ഇത്തരം യാത്രകളൊന്നും നടത്തിയിട്ടില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ പലതവണ ചർച്ചയിൽ പങ്കെടുത്തു. ഇത് നിങ്ങൾ മുൻകാല ചർച്ചയുടെ ക്ലിപ്പിംഗ്സ് നോക്കിയാൽ മതി. ആരിറങ്ങിപ്പോയാലും വന്നാലും തെളിവുകൾ കൂട്ടിമുട്ടിച്ച് ഹൈക്കോടതിയിൽ എത്തിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പൊ 10 ദിവസം അധികം അകത്തിട്ടിട്ട് കാര്യമില്ല. അതൊരു സാധാരണ കൊലപാതക കേസോ മോഷണ കേസോ അല്ലാന്ന് ഇതേ വാചകം ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയും പറഞ്ഞു
ഇത് കൊലപാതക കേസോ മോഷണ കേസോ അല്ല. ഇത് തെളിവ് കൃത്യമായിട്ട് ഹാജരാക്കണം. ഇത് ലിങ്ക് ചെയ്യിക്കണം തെളിവ്. അങ്ങനെ ജാമ്യത്തിൽ എല്ലാവരും ഓരോരുത്തരായി ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം അങ്ങയിലും പ്രകടമാണ്, സഭയിൽ ഭരണപക്ഷത്തിനും പ്രകടമാണ്. ശ്രീ അനിൽ വിളയിൽ, VHP ഇന്നലെ ഹൈക്കോടതിയിൽ തിരിച്ചടി അങ്ങനെ പരിഹസിക്കണ്ട. അല്ലല്ല, ഞാൻ പറയട്ടെ സ്മൃതി അങ്ങനെ പരിഹസിക്കണ്ട. ഈ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം കോടതിയാണ്. അതിനെ സ്മൃതി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. കോടതി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമാകുന്നു, ചില സമയങ്ങളിൽ നിങ്ങൾ കോടതിക്കെതിരെയും ജഡ്ജിക്കെതിരെയും നിലപാടെടുക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അതെ, ശരി, നിങ്ങൾക്ക് അനുകൂലമായപ്പോൾ തീർച്ചയായിട്ടും അതിനെന്താ തർക്കം?